അതിലൊരാളാണ് പിൽക്കാലത്ത് കർത്താവിൽ പ്രസിദ്ധനായിത്തീരുന്ന വേട്ടമല ഫിലിപ്പോസ് ഉപദേശി. വാഴും ഞാനും രക്ഷിതാവിൻ കൂടെ എപ്പോഴും, എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടും, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കാം തുടങ്ങി 1056-57 പ്രത്യാശ ഗാനങ്ങൾ എഴുതി സ്വന്തമായി ട്യൂൺ ചെയ്ത് പാടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സുവിശേഷം പ്രസംഗിച്ച് അനേകായിരം ആളുകൾ ദൈവഭാഗത്ത് കൊണ്ടുവന്ന വളരെ ഹമ്പിളായ, വളരെ സാധുവായ, സാത്വികനായ ഒരു ദൈവദാസനായിരുന്നു വേട്ടമല ഫിലിപ്പോസ് ഉപദേശി. അന്നത്തെ കാലത്ത് എന്ന് ഞാൻ പറയുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഏതാണ്ട് രണ്ടാം പകുതി ആകുമ്പോഴേക്ക്, ബ്രിട്ടീഷ് ഭരണം നിലനിൽക്കുന്ന കാലത്ത് കേരളത്തിൽ ബൈബിൾ കോളേജുകൾ അന്ന് തുലവും ചുരുക്കമാണ്. ഇംഗ്ലീഷുകാർ തുടങ്ങിയ ഒരു ബൈബിൾ കോളേജാണ് തിരുവല്ലയിലെ കൊമ്പാടി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും. ഇപ്പോഴും ഉണ്ട് മർത്തോമക്കാരുടെ. ആ കൊമ്പാടി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആദ്യകാല ഗ്രാജുവേറ്റ്സിൽ ഒരാളായിരുന്നു എൻ്റെ ഗ്രാൻഡ് ഫാദർ. അന്ന് അവിടെ പോയി താമസിച്ച് വെള്ളക്കാരായ അധ്യാപകരുടെ ഇതിൽ നിന്നും വേദപുസ്തകം പഠിക്കുന്നതിനുള്ള വലിയ ഭാഗ്യം അപ്പച്ചൻ്റെ കാലത്തുണ്ടായി. വിശുദ്ധ വേദപുസ്തകത്തെപ്പറ്റി വളരെ നല്ല ജ്ഞാനവും അതിലേറെ ആത്മീയ അഭിഷേകവും ദൈവകൃപയുമുള്ള ഒരു മനുഷ്യനായിരുന്നു എൻ്റെ ഗ്രാൻഡ് ഫാദർ. അപ്പച്ചനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇമ്പ്രസീവായിട്ട് ഉള്ളൊരു കാര്യം, അപ്പച്ചനെ പ്രസിദ്ധനാക്കിയത് സാത്താന, പിശാച. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം വഴിയെ നടന്നു പോകുമ്പം 1 മൈൽ ചുറ്റളവിൽ ഉള്ള ഏതെങ്കിലും വീട്ടിനകത്ത് ഭൂതഗ്രസ്തരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭൂതങ്ങൾ അലറി ഓടും. അലറുമ്പം പറയും, ദഹിപ്പിക്കുന്ന ഒരു അഗ്നി വരുന്നത്, എനിക്കിരിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ ഓടുന്നത്. അപ്പോൾ ആളുകൾ അത്ഭുതപ്പെടും, കാര്യം അതിൽ തീയൊന്നും വരുന്നത് കാണുന്നില്ലോ. ഇതെന്തോന്ന് അറിയാണ്ട് ഇറങ്ങി നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പീലിപ്പോച്ചൻ വരുന്നു. അപ്പം ഈ മനുഷ്യൻ നടക്കുന്നതിൻ്റെ 1 മൈൽ റേഡിയസിൽ, ചുറ്റളവിൽ ഒരു അശുദ്ധാത്മാവിന് ഇരിക്കാൻ കഴിയത്തില്ലായിരുന്നു. അതുപോലെ തീയായിട്ട് ദൈവസന്നിധിയിൽ കത്തി നിന്ന ഒരു മനുഷ്യനായിരുന്നു എൻ്റെ വല്യപ്പച്ചൻ. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനായിട്ട് ജനിക്കാൻ എനിക്കിടയായിത്തീർന്നു. ചെറിയ പ്രായത്തിൽ തന്നെ തൻ്റെ അടുത്തിരുന്ന് വേദപുസ്തകം പഠിക്കുന്നതിനും, എന്ന് വെച്ചാൽ എനിക്കൊരു 2.5-3 വയസ്സുള്ളപ്പം അന്നെനിക്ക് മലയാളത്തിലെ ലിപി അറിയത്തില്ല. ആ ഈ എന്ന് കണ്ട എഴുതാനും വായിക്കാനും അറിയത്തില്ല. ആ പ്രായത്തിൽ വേദപുസ്തകം വായിക്കുന്നതിന് വേണ്ടി അപ്പച്ചൻ എന്നെ പഠിപ്പിച്ചു. അക്ഷരം അറിയത്തില്ല, പക്ഷേ വേദപുസ്തകം വായിക്കാൻ അറിയാം. വേദപുസ്തകം തുറന്ന് തന്നാൽ വായിക്കാം. അക്ഷരം അറിയത്തില്ല. ഇപ്പോഴും എനിക്ക് ഓർക്കുമ്പോൾ എങ്ങനെ പഠിച്ചെന്ന് അറിയത്തില്ല. അന്നേ വേദപുസ്തകം വായിക്കാൻ പഠിപ്പിച്ചു. അത് ചെറുതിലേ തന്നെ വിശുദ്ധ വേദപുസ്തകത്തിനെ ഉള്ള വലിയൊരു സ്നേഹവും വലിയൊരു പ്രതിബദ്ധത, വലിയൊരു ഇഷ്ടം ജീവിതത്തിൽ വർദ്ധിച്ചു വരാനിടയായി. എൻ്റെ അമ്മ പറയാറുണ്ട്, ഇവനെ വേദപുസ്തകം ഇല്ലാതെ കാണാനൊക്കത്തില്ലെന്ന്. ഒരു വേദപുസ്തകം കയ്യിലില്ലാതെ ഇവനെ കാണാനൊക്കത്തില്ലെന്ന് പറയും. ഞങ്ങൾ കൃഷിക്കാരാണ്, കുറച്ച് കന്നുകാലി ആടുമൊക്കെ ഉണ്ട്. ഇതിനെയൊക്കെ മേയ്ക്കാനായിട്ട് വയലിൽ പോകുമ്പോഴൊക്കെ ഒരു പുതിയ നിയമം കൊണ്ടുപോകും. അതവിടെ തണലത്തിരുന്ന് വായിച്ചുകൊണ്ട് നിൽക്കും. അമ്മ എന്തെങ്കിലും സാധനത്തിന് മേടിക്കാൻ കടയിൽ പറഞ്ഞു വിട്ടാൽ അന്നേരം കയ്യിൽ പുതിയ നിയമം കാണും. ഇതും വായിച്ചുകൊണ്ടാണ് വഴിയാണ് നടക്കുന്നത്. സ്കൂളിൽ കൊണ്ടുവന്ന പുസ്തകത്തിൻ്റെ ഇടയ്ക്കും ഒരു പുതിയ നിയമം കാണും. പിൽക്കാലത്ത് ഞാൻ അധ്യാപകനായി. കോളേജിൽ പഠിപ്പിക്കാൻ പോകുമ്പോഴും എൻ്റെ കയ്യിൽ പുതിയ നിയമം കാണും, ബസ്സിലിരുന്ന് വായിക്കുന്നതിന് വേണ്ടി. അങ്ങനെ നല്ല ഒരു ആത്മീയ പശ്ചാത്തലത്തിൽ, ചിട്ടയായ ജീവിതശൈലിയുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ, തികഞ്ഞ ആത്മീയമായ അന്തരീക്ഷത്തിൽ ജനിച്ചു വളരാനും ചെറിയ പ്രായത്തിൽ തന്നെ തിരുവചനം വളരെ ആഴമായി പഠിക്കാനും ഇടയായി എന്നുള്ളത് ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. എൻ്റെ പശ്ചാത്തലം, ജനിച്ചു വളർന്ന സാഹചര്യം അതാണ്. ഇനിയും ജീവൻ ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്, വിദ്യാഭ്യാസത്തിലേക്ക് വരാം. അതിൽ വളരെ സ്ട്രെയിഞ്ചായ, അസാധാരണമായ ചില കാര്യങ്ങളുണ്ട്. ജന്മന ഞാനൊരു മിടുക്കനായ ഒരാളല്ലായിരുന്നു.
ആദ്യകാലങ്ങളിലൊക്കെ വിദ്യാഭ്യാസം സ്കൂളിൽ പോകുന്നത് ഇഷ്ടമല്ല. കാര്യം ഒന്നാമത്തെ അടിയാണ്. നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലെ സ്കൂളിലെ അറിയാമല്ലോ, പഠിത്തത്തേക്കുള്ള അടിയാണ്. എനിക്കന്ന് എല്ലാ ക്ലാസ്സിലും അടി കിട്ടുകയും ചെയ്യും. അതിനുള്ള ഭാഗ്യം എന്തെങ്കിലും ഒപ്പിച്ച് വെക്കുന്നതുകൊണ്ടാണ്. പിന്നെ പഠിപ്പിക്കുന്നതൊന്നും മനസ്സിലാകത്തില്ലായിരുന്നു, ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെയും എൻ്റെ പഠിത്തം ഭയങ്കര ഉഴപ്പായിരുന്നു. ഉഴപ്പെന്നല്ല, ഞാനൊരു നല്ല ബ്രില്യൻ സ്റ്റുഡൻ്റ് അല്ലായിരുന്നു. ഒത്തിരി പശുക്കളുണ്ട്, പശുക്കളെ നോക്കുന്നതിലാണ് എനിക്ക് താല്പര്യം കൂടുതലും. അപ്പം എല്ലാ ദിവസവും കൊണ്ടുവന്നെ അമ്മയോട് ഇന്ന് കരഞ്ഞു പോരാ, അമ്മ പറഞ്ഞ് എന്ത് ജോലി ഞാൻ ചെയ്യാം, ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി, എന്നെ ഇന്ന് പള്ളിക്കൂടത്തിൽ വിടരുത്. ഒരു ദിവസം സ്കൂളിൽ വിടാതിരിക്കാമെന്നുണ്ടെങ്കിൽ എന്ത് പണിയും വീട്ടിൽ പറഞ്ഞ് ചെയ്തോളുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം ഈ കറക്കാറായ പശുക്കളെയും കറക്കുന്ന പശുക്കളെയും പ്രസവിക്കാറായ പശുക്കളെയൊക്കെ വീടിൻ്റെ മുറ്റത്തുള്ളൊരു പന്തലിൽ കൊണ്ട് കെട്ടിയിടും രാത്രിയിൽ. എനിക്കൊരു കട്ടിലുണ്ട്, അതും ആ പന്തലിൽ തന്നെ. ഈ പശുവിൻ്റെ കൂടെ ഞാൻ കിടക്കുന്നത്. എൻ്റെ പെങ്ങൾ എന്നെ കളിയാക്കാനായിട്ട് തമാശയായിട്ട് അമ്മയോട് വിളിച്ച് ചോദിക്കും, അമ്മയെ ബാബുവിനും പശുവിനും വെള്ളം കൊടുത്തോന്ന്. ഈ രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പം ഞാൻ മുറ്റത്ത് മണലയിൽ മുട്ടുകുത്തിയിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് ബുദ്ധി തരാൻ. ഒരു ദിവസം രാത്രി വല്യപ്പച്ചൻ ഇങ്ങനെ എലിയെ ഓടിക്കാനായിട്ട് ടോർച്ചുമായിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പം ഞാനിങ്ങനെ മണലെ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടു. അപ്പച്ചനൊന്നും പറഞ്ഞില്ല, അങ്ങ് പോയി. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, നിനക്ക് 5 മക്കളാണല്ലോ ഉള്ളത്, ഈ 5 മക്കളിൽ ഇവൻ ഏറ്റവും വലിയവനായിത്തീരുമെന്ന് പറഞ്ഞു. എനിക്കന്ന് മനസ്സിലായില്ല. എൻ്റെ മനസ്സിലൊരു ബോധോദയമുണ്ടായി, വേദപുസ്തകം ബൈ ഹാർട്ടാക്കണം, കാണാതെ പഠിക്കണമെന്ന്. ദിവസം മുഴുവൻ മനസ്സിൽ കാണാതെ പഠിക്കണമെന്നൊരു ധാരണയുണ്ടായി. അങ്ങനെ ഞാൻ വേദപുസ്തകം വായിച്ച് പഠിക്കാൻ തുടങ്ങി. ഒരു ടൈമിൽ വന്നപ്പോൾ എൻ്റെ ബുദ്ധി അങ്ങ് തുറന്നു. ഏത് സബ്ജക്റ്റും വളരെ അനായാസമായിട്ട് പഠിക്കാമെന്നൊരു കോൺഫിഡൻസ്, ഒരു ഉറപ്പെനിക്കുണ്ടായി. എനിക്ക് അതുവരെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഇംഗ്ലീഷായിരുന്നു. അടുത്ത എക്സാമിനേഷന് ഞാൻ സ്കൂളിലെ ഇംഗ്ലീഷിന് ടോപ്പായി. കളർഫുള്ളായിട്ട് SSLC പാസ്സായി. SSLC പാസ്സാകുമെന്ന് വിചാരിച്ചല്ല. 1980 പ്രീ ഡിഗ്രി അത് റാന്നി സെൻറ്റ് ജോസഫ് കോളേജിലാണ് ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുണ്ടായിരുന്ന ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തന്നെ BAക്ക് പോയി, കോഴഞ്ചേരി കോളേജിൽ. കോളേജ് ടോപ്പായിട്ട് പാസ്സായി. അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ പോയി MA ഇംഗ്ലീഷിന് വേണ്ടി. MA ഇംഗ്ലീഷ് കഴിഞ്ഞ് ആ വർഷം തന്നെ അധ്യാപകനായിട്ട് ജോലി കിട്ടി. അത് കഴിഞ്ഞ് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കൂടെ ചെയ്തു. അങ്ങനെ 2 പോസ്റ്റ് ഗ്രാജുവേഷൻ കേരളത്തിൽ വെച്ച് തന്നെ ചെയ്യുന്നതിന് വേണ്ടി എനിക്കിടയായി തീർന്നു. അതിനുശേഷമാണ് ഞാൻ UK വരാൻ കഴിഞ്ഞത്. അത് 1999 അതാണ് എൻ്റെ അന്ന് വരെയുള്ള എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ. ഫസ്റ്റിൻ്റെ സാക്ഷ്യങ്ങളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ആ സാക്ഷ്യങ്ങളെ പറ്റി പറയാമോ? അത്ഭുതകരമായിട്ടുള്ള സാക്ഷ്യത്തെ പറ്റി ഒക്കെ ഒന്ന് പറയാമോ? യെസ്, ഓഫ് കോഴ്സ്. വളരെ അസാധാരണമായ ജീവിത സാഹചര്യങ്ങൾ കൂടെ യാത്ര ചെയ്യുവാൻ എനിക്കിടയായി എന്നുള്ളതാണ് എൻ്റെ നിഗമനം. എനിക്കിഷ്ടം ഒരു നല്ല പാചകക്കാരനാകണമെന്നായിരുന്നു, ഷെഫാകണമെന്നായിരുന്നു ആഗ്രഹം. അന്ന് ഷെഫിങ്ങിനുള്ള പൈസ ഇല്ലാഞ്ഞുകൊണ്ടാണ് അധ്യാപനത തിരിഞ്ഞത്. അതിഷ്ടമുള്ള ജോലിയല്ലായിരുന്നു, ഇംഗ്ലീഷായിരുന്നു വിഷയം. ഏറെ വർഷങ്ങൾ കഴിഞ്ഞ് മാനേജ്മെൻറ്റ് ഫീൽഡിലോട്ട് തിരിഞ്ഞു. കോട്ടയം ബെസേലീസ് കോളേജിൽ ഒരു മാനേജ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഫാക്കൽറ്റി ആയിട്ടിരിക്കുമ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുകയാണ്. തിരുവനന്തപുരത്തോട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് തിരുവല്ലയിലെത്തുമ്പോൾ എൻ്റെ മനസ്സിലൊരു ദൈവശബ്ദമുണ്ടായി.
വളരെ വ്യക്തമായൊരു ചോദ്യമാണത്. നീ അർഹിക്കുന്നതിന് അധികമായ വിദ്യാഭ്യാസവും ജീവിത സാഹചര്യങ്ങളും ഒക്കെ ഞാൻ നിനക്ക് തന്നു. നീ എനിക്ക് തിരിച്ചെന്താ തന്നത്? ഇതെന്നെ വല്ലാതെ അലട്ടിയൊരു ചോദ്യമാണ്. അതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ദൈവത്തിന്, കർത്താവിന് പ്രയോജനമുള്ള ഒരു ജീവിതം നയിക്കുന്നതാണ്. കാരണം പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ മുതൽ ഞാൻ നല്ലൊരു പ്രസംഗകനാണ്, നല്ലൊരു പരിഭാഷകനാണ്. വിദേശത്തു നിന്നുള്ള മിഷണറിമാർ കേരളത്തിൽ പ്രസംഗിക്കാൻ വരുമ്പോൾ മധ്യ തിരുവിതാംകൂറിൽ സഭാവ്യത്യാസമില്ലാതെ മിക്കവാറും എല്ലാ ആളുകളുടെയും കൺവെൻഷന് ഞാൻ പരിഭാഷപ്പെടുത്താൻ പോകുമായിരുന്നു. നല്ലൊരു പരിഭാഷകനായിരുന്നു. ആ നിലയിൽ ഞാൻ നല്ലപോലെ ദൈവത്തെ സേവിക്കുന്നതൊക്കെയാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. ഞാനൊരു സുവിശേഷ വേലക്കാരനാകണമെന്ന് എൻ്റെ മാതാപിതാക്കൾ ആഗ്രഹിച്ചില്ല. ആഗ്രഹിച്ചാൽ രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഞങ്ങൾ 3 ആൺമക്കളാണ്. അതിലെൻ്റെ ജ്യേഷ്ഠനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അച്ഛൻ നേർന്നതാണ്. നല്ല മിടുക്കനായിട്ട് താൻ പഠിച്ചു വന്നത്. പക്ഷേ പിൽക്കാലത്ത് തനിക്ക് സുവിശേഷ വേലയ്ക്ക് പോകാനിടയായില്ല. ഇപ്പോഴും പോയിട്ടില്ല. എൻ്റെ അനിയൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, ഒരു സിസ്റ്റംസ് കൺസൾട്ടൻ്റാണ് അവൻ. അവനും സുവിശേഷ വേലയ്ക്ക് പോകണമെന്ന് അച്ഛനും അമ്മയും പല പ്രാവശ്യം അവനോട് പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്കറിയാം. അവനും എന്തുകൊണ്ടും ആ വഴിക്ക് തിരിഞ്ഞില്ല. അച്ഛൻ്റെ അമ്മയുടെയും ദൃഷ്ടിയിൽ അവരെന്നോട് ഒരിക്കലും സുവിശേഷ വേല ചെയ്യണമെന്ന് പറഞ്ഞില്ല. പറയാഞ്ഞതിൻ്റെ കാരണം, എന്നേക്കാൾ മിടുക്കരായ 2 മക്കളുള്ളപ്പം അവരെയൊക്കെ മോശമായ എന്നെ സുവിശേഷ വേലയ്ക്ക് കൊടുക്കുന്നത് ശരിയല്ലെന്നായിരുന്നു അവരുടെ ദൃഷ്ടി. ഞാനതിന് യോഗ്യനല്ലെന്നുള്ള ചിന്തയായിരുന്നു എൻ്റേതും. ഒരു പരിഭാഷകനപ്പുറം ഞാനൊരു പ്രസംഗകനോ ഒരു പാസ്റ്ററോ ഒരു ബൈബിൾ അധ്യാപനോ ആകുമെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായ ആ ദൈവവിളി എന്നെ ഒരുപാട് അസ്വസ്ഥനാക്കി. ധാരാളം ഉപവസിച്ചു, ധാരാളം പ്രാർത്ഥിച്ചു, ഒരുപാട് ദൈവാലോചന ചോദിച്ചു. അവസാനം ദൈവശബ്ദമുണ്ടായി. എന്നോട് 1999 ദൈവാലോചന പറഞ്ഞു, എൻ്റെ നാമത്തിന് വേണ്ടി, എൻ്റെ സാക്ഷ്യമായിട്ട് ഞാൻ നിന്നെ ദൂരദേശത്തേക്ക് അയക്കാൻ പോവുകയാണെന്ന്. ആ പ്രവചനത്തിൻ്റെ നിവൃത്തിയായിട്ട് 99 ഈ രാജ്യത്ത് UK വരുന്നതിനോട് ദൈവം എനിക്കിടയാക്കി.